എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. സബ്കോ യേശു മസീഹ് के नाम से प्रेमी सलाम. നാം ക്ഷാമത്തെക്കുറിച്ചാണല്ലോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹം അഭി അകാൽ की बारे में सीख रहा था. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കണ്ടു അബ്രഹാം ഇസഹാക്ക് യാക്കോബിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ക്ഷാമത്തെ. अब्राहम इसहाक याकूब के समय पर हुआ अकाल के बारे में पिछले समय पर हम देख रहे थे. അബ്രഹാം മിസ്രൈമിലേക്കും ഇസഹാക്ക് ഗെരാറിലേക്കും യാക്കോബ് തന്റെ മക്കളെ മിസ്രൈമിലേക്കും പറഞ്ഞയച്ചു എന്ന് ആ ഭാഗം പരിശോധിച്ചപ്പോൾ നമ്മൾ കണ്ടു. अब्राहम मिस्र की ओर, इसहाक गरार की ओर, याकूब अपने बच्चों को मिस्र की ओर भेजा. अकाल की वजह से ये हुआ वो हम पिछले. എന്നാൽ അവർ വാഗ്ദത്ത ദേശത്തിലേക്ക് മടങ്ങി വന്നു, അനുഗ്രഹം പ്രാപിച്ചു എന്നും നാം ആ ഭാഗത്ത് കണ്ടു. वो अपना वायदों के देश पर वापस आया और अकाल खत्म हो गया. वो हमने देखे थे. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. യോവേൽ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 10-ാം. आज की मनन के लिए हम एक आयत को पढ़ेंगे. യോവേൽ की किताब पहले अध्याय उसके 10वें आयत. വയൽ ശൂന്യമായി തീർന്നു, കേത്തി മാറി ഗയി, ധാന്യം നശിച്ചുപോയി, അന്ന നഷ്ട ഹോ ഗയ, പുതുവീഞ്ഞ് വറ്റിപ്പോയി, നയ ദാക്കുമത് സൂഖ ഗയ, എണ്ണ ക്ഷയിച്ചുപോയി, തേൾ ബി സൂഖ ഗയ. അതു നിമിത്തം ദേശം ദുഃഖിക്കുന്നു. इस कारण भूमि विलाप करती है. കൃഷിക്കാരെ ലജ്ജിപ്പിൻ, കിസാനോ ലജ്ജിत हो. മുന്തിരി തോട്ടക്കാരെ ഗോതമ്പിനെയും യവത്തെയും ചൊല്ലി മുറയിടുവിൻ. हे खेती की बारियों की मालियों, गेहूं और जौ के लिए हाय हायलिലെ വിളവ് നശിച്ചുപോയി, खेती मारी गई है. മുന്തിരിവള്ളി വാഴാക്കളത सूख गई, അത്തിവൃക്ഷം ഉണങ്ങി, अंजीर का वृक्ष कुमला हो गया. മാതളം, ഈന്തപ്പന, നാരകം മുതലായ പറമ്പിലെ സകല വൃക്ഷങ്ങൾ ഉണങ്ങിപ്പോയി. और सेव और ताड़ वरन मैदान के सब वृक्ष. ആനന്ദം മനുഷ്യന് വിട്ട് മാഞ്ഞു പോയിരിക്കുന്നു. മനുഷ്യ का हर्ष जाता रहा. ഈ ഭാഗം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ഒരു ക്ഷാമത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. इस भागों को पढ़ने से हमें मालूम पड़ेगा एक अकाल की बारे में बताया हुआ है. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അക്ഷരികമായി ഉണ്ടായ ഒരു ക്ഷാമത്തെ കുറിച്ചല്ല, ഭാവിയിൽ വരാൻ പോകുന്ന ഒരു ക്ഷാമത്തെ പറ്റിയാണ്. ये वास्तव में हुआ एक अकाल नहीं है, भविष्य में होने वाला एक भविष्यवाणी है. യോവേൽ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള ചില വാക്യങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാം. യോവേൽ की किताब पहले अध्याय के शुरू से हम कुछ आयत को देखेंगे. പെതുവേലിന്റെ മകനായ യോവേലിന് ഉണ്ടായ യഹോവയുടെ അരുളപ്പാട്. यहोवा का वचन जो पदवेल के पुत्र योवेल के पास पहुंचा वो यह है. ऊपरमारे इदु केൾപ്പിൻ, हे पुरानियों सुनो. ദേശത്തിലെ സകല നിവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവിൻ. हे देश के सब रहने वालों कान लगाकर सुनो. നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? क्या ऐसी बात तुम्हारे दिनों में या तुम्हारे पुरखाओं के दिनों में कभी हुई है? ഇത് നിങ്ങൾ നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ മക്കൾ അവരുടെ മക്കളോടും അവരുടെ മക്കൾ വരുവാനിരിക്കുന്ന തലമുറയോടും വിവരിച്ചു പറയണം. अपने बच्चों से इनका वर्णन करो और वे अपने बच्चों से और फिर उनके बच्चे आने वाले पीढ़ी की लोगों से. നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടില്ലാത്തതും നിങ്ങളുടെ കാലഘട്ടത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തതും എന്നാൽ വരാനിരിക്കുന്ന ഒരു തലമുറയിൽ സംഭവിക്കുവാൻ പോകുന്ന ക്ഷാമത്തെ പറ്റിയാണ് യോവേൽ ഇവിടെ പറഞ്ഞത്. यहाँ पर योएल ने ये बताते हैं जो अपने पुरखाओं के दिन में नहीं हुआ और अपने दिनों में भी नहीं हुआ और आने वाले कोई पीढ़ी पे होने वाला एक अकाल है. എന്താണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന ക്ഷാമത്തിന്റെ പ്രത്യേകത? അതിന്റെ 4-ാമത്തെ വാക്യം മുതൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. यहाँ पर बताया हुआ उस अकाल को थोड़ा और समझने के लिए 4वें आयत से लेकर हम पढ़ेंगे. तुल्लन ശേഷിപ്പിച്ചത് വെട്ടി, जो कुछ गाजाब नाम की टिड्डी से बचा उसे अरबे नामक टिड्डी ने खा लिया. വെട്ടിക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു. और जो कुछ अरबे नाम की टिड्डी से बचा उसे येलेक नाम की टिड्डी ने खा लिया. വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. और जो कुछ येलेक नाम की टिड्डी से बचा उसे हासिल नाम की टिड्डी ने खा लिया. തുള്ളൻ, വെട്ടുകിളി, വിട്ടിൽ പച്ചപ്പുഴു ഇത് ആക്രമിച്ചത് ഒരു വൃക്ഷത്തെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. हम थोड़ा ध्यान से देखेगा तो हमें मालूम पड़ेगा गाजाब, अरबे, येलेक, हासिल नाम की टिड्डियों ने एक पेड़ को आक्रमण किया है. നല്ല ഉയരവും ധാരാളം കൊമ്പും ധാരാളം ഇലകളും ധാരാളം ഫലങ്ങളുമുള്ള ആ വൃക്ഷത്തെ നമുക്ക് हम तस्वीरों में देखेंगे. एक बड़ा सा पेड़ है, उसमें बहुत सारे
शाखाएं, बहुत सारे पत्ते हैं ഇവിടെ और बहुत सारे फलों से वो भरा ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന ആ വൃക്ഷം അത് ഏതാണ്? अगर ये पेड़ किस पेड़ के बारे में यहाँ पर बताया गया है? ഒന്നാം സങ്കീർത്തനം അതിന്റെ 2-3 വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. भजन संहिता पहला अध्याय की दूसरे और तीसरे आयत को देखने से हमें मालूम पड़ेगा യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. धन्य है वे जो यहोवा की व्यवस्था से प्रेम रखता और उसकी व्यवस्था पर रात दिन ध्यान करता रहता है. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. वो वृक्ष के समान होगा जो बहती नालियों के किनारे लगाया हुआ है और अपने ऋतु में फलता है और जिसके पत्ते कभी मुरझाता नहीं है. यिर्मयाह प्रवचനം 17 अध्याയം അതിന്റെ 7ാമത്തെ വാക്യം പറയുന്നു. यिर्मयाह की किताब 17वें अध्याय के 7वें आयत ये बताते हैं യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. धन्य है वो पुरुष जो यहोवा पर भरोसा रखा है और जिसने परमेश्वर को अपना आधार माना हो. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. वह वृक्ष के समान होगा जो नदी के किनारे लगा हो और उसकी जड़ जल के पास फैली हो. യോഹന്നാന്റെ സുവിശേഷം 15 अध्याയം അതിന്റെ 5ാമത്തെ വാക്യം പറയുന്നു. യോഹന്നാൻ രചിച്ച സുസമാചാർ 15वें अध्याय की 5वीं आयत ये कहते हैं ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. मैं दाखलता हूं तुम डालियां हो. റോമാലേഖനം 11 अध्याയം അതിന്റെ 17ാമത്തെ വാക്യം പറയുന്നു. रोमियो का पत्री 11वें अध्याय के 17वें कलम भी हम देखेंगे കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത്. पर यदि कुछ डालियां तोड़ दी गई और तुम जंगली जातुर होकर उसमें सटा गई. ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു. और जैतून की जड़ की चिकनाई की भागी हुआ है. മേൽ പറഞ്ഞ ഭാഗങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും മനുഷ്യനെയാണ് ദൈവം വൃക്ഷത്തോട് സമാനപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്. इन आयतों को पढ़ने से हमें यह पता चलता है परमेश्वर ने पेड़ को इंसान के साथ അങ്ങനെയാണെങ്കിൽ യോവേലിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വൃക്ഷം ഞാനും നിങ്ങളും ദൈവത്തിന്റെ സഭയാണ്. और ये पेड़ क्या है? मैं और आप है. अर्थात परमेश्वर का कलीसिया. കുള്ളന്റെ ആക്രമണം പ്രധാനമായും വൃക്ഷത്തിന്റെ ഫലങ്ങൾക്ക് നേരെയായിരുന്നു. और गाजाब नाम की टिड्डियों ने उस पेड़ की फल को खा रहा था. ഫലങ്ങളിൽ ഒന്നുപോലും ശേഷിക്കാതെ വണ്ണം തുള്ളൻ അത് മുഴുവനും തിന്നു തീർത്തു. और गाजाब नाम की टिड्डी ने उसके सारे फलों को खाकर खत्म कर दिया. വൃക്ഷം ദൈവത്തിന്റെ സഭയാണെങ്കിൽ എന്താണ് അതിന്റെ ഫലം? और परमेश्वर के कलीसिया पेड़ है तो जो पेड़ का फल वो क्या है? ഗലാത്യ ലേഖനം 5 अध्याയം അതിന്റെ 22ാമത്തെ വാക്യം പറയുന്നു ആത്മാവിന്റെ ഫലമോ. आत्मा के फल के बारे में गलातियों के पत्री 5वें अध्याय 22वीं कलम बताते हैं. അതിന്റെ താഴോട്ടൊന്ന് പരിശോധിച്ചാൽ 9 കൂട്ടം ഫലങ്ങളെ നമുക്ക് അവിടെ കാണാൻ കഴിയും. और उसकी आगे की आयतों को देखने से 9 प्रकार की फलों को हम वहां पर देख सकते हैं. എന്നാൽ ദൈവവചനത്തിന് ഫലങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ല, ഫലം എന്നേ പറഞ്ഞിട്ടുള്ളൂ. लेकिन परमेश्वर के वचन के अंदर फलों नहीं बोला है, फल कहा. അങ്ങനെയാണെങ്കിൽ ആത്മാവിന്റെ ഫലം ഒന്നാണ്. ഏതാണ് ആത്മാ की वो फल क्या है? ആത്മാവിന്റെ ഫലം സ്നേഹമാണ്. ആത്മാ का फल प्रेम है. 1 കൊരിന്ത്യർ 13 अध्याയം അതിന്റെ 13ാമത്തെ വാക്യം പറയുന്നു. കൊരിന്ത്യരുടെ पहला पत्री 13वें अध्याय 13वें आयत ये कहते हैं ആകയാൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു, ഇവയിൽ വലുതു സ്നേഹം തന്നെ. पर अब विश्वास आशा प्रेम ये तीनों स्थायी है, पर इनमें सबसे बड़ा प्रेम है. 13ാം അധ്യായം മുഴുവനും വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സ്നേഹമില്ലെങ്കിൽ നാം എന്താണ് എന്നുള്ളത്. കൊരിന്ത്യരുടെ पहला पत्र 13वें अध्याय पूरा पढ़ने से हमको मालूम पड़ेगा प्रेम नहीं रखने से हम क्या. സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ സാമീപ്യമാണ് നമുക്ക് സന്തോഷം തരുന്നത്. जिससे हम प्रेम करते हैं उनकी उपस्थिति से हमें आनंद. സ്നേഹമുള്ള ഭവനത്തിൽ മാത്രമേ സമാധാനത്തിന്റെ അന്തരീക്ഷമുണ്ട്. जिस घर में प्रेम है वहां पर शांति हो. നമുക്ക് സ്നേഹം തോന്നിയിട്ടില്ലാത്തൊരു വ്യക്തിയോട് നമുക്ക് ക്ഷമിക്കുവാൻ കഴിയുമോ? जिससे हम प्यार नहीं करता है क्या उसके साथ हम धीरज बंद रहेंगे? നമുക്കൊരു വ്യക്തിയോട് ദയ തോന്നണമെങ്കിൽ സ്നേഹം ആവശ്യമാണ്. കൃപ हमसे प्रकट होने के लिए प्रेम का जरूरत होता है. പരോപകാരം സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്.
बिना प्रेम की भलाई नहीं होता है। ഒരു വ്യക്തിയോട് നമ്മൾ വിശ്വസ്തരാകണമെങ്കിൽ ആ വ്യക്തിയോട് നമുക്ക് സ്നേഹം ഉണ്ടായേ മതിയാകുകയുള്ളൂ. जिससे हम प्रेम करते हैं उससे हम विश्वास रखते हैं. നമുക്ക് സ്നേഹം തോന്നിയിട്ടുള്ള ആളുകളുടെ മുമ്പിൽ മാത്രമേ സൗമ്യത വെളിപ്പെടുകയുള്ളൂ. जिससे हम प्रेम करते हैं उसके सामने हम नम्र बन सकता है. കോപം വന്നാൽ നമ്മുടെ കൈകൾ ഉയരാതിരിക്കണമെങ്കിൽ ഇന്ദ്രിയജയം ഉണ്ടാകണമെങ്കിൽ क्यों ना हो लेकिन हम प्रेम है तो संयम रखते हैं. ഒരു ഓറഞ്ചിനെ പൊളിച്ചു നോക്കിയാൽ അതിനകത്ത് ഓരോ അടികളും വ്യത്യസ്തമായിരിക്കുന്നത് പോലെ സന്ത്രാക്കോ ഖോൽക്കർ ദേഖോ ഉസ്കെ അന്തർ ബഹുത് സാരെ ഫാക്ക് ദേഖനെ. സ്നേഹമാകുന്ന ആത്മാവിന്റെ ഫലം ഒന്ന് തുറന്നാൽ ഈ വ്യത്യസ്തത അവിടെ നമുക്ക് കാണാൻ കഴിയും. वैसे प्रेम एक फल है, उसको खोलो, उसके अंदर अलग अलग फाक देखने को मिल जाएगा. അങ്ങനെയാണെങ്കിൽ എന്താണ് ആത്മാവിന്റെ ഫലം? അത് സ്നേഹമാണ്. നമുക്കൊന്ന് ചേർന്ന് പറയാം. तो आत्मा की फल क्या है? वो प्रेम है. प्रेम के साथ क्या क्या जुड़ा हुआ है? चलिए हम साथ में मिलकर एक एक बार उसको बोलेंगे. संतोषम, आनंद, समाधानम, शांति, दीर्घ क्षमा, धीरज, दया, कृपा, परोपकारम, भलाई, विश्वस्तता, विश्वास, सौम्यത, നമ്രത, ഇന്ദ്രിയജയം, संयम. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം പറയുന്നു. യോഹന്നാൻ के सुसमाचार 15वें अध्याय की 8वें आयत ये बताती है, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും. मेरा पिता की महिमा इसी से होती है कि तुम बहुत फल लाओ, तब तुम मेरे चेले ठहरोगे. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എന്റെ സ്നേഹത്തിൽ വസിപ്പിൻ. जैसा पिता ने मुझसे प्रेम रखा वैसा कि मैंने तुमसे प्रेम रखा, मुझ में बने रहो. 15-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം പറയുന്നു. 15वें अध्याय की 16वें कलम को भी हम देखेंगे. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ. तुमने मुझे नहीं चुना परंतु मैंने तुम्हें चुना है और तुम्हें इसलिए नियुक्त किया, तुम जाकर फल लाओ और तुम्हारा फल बनाए. 17-ാമത്തെ വാക്യം കൂടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. और उसके 17वें काम को भी हम देखें. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഞാൻ ഇത് നിങ്ങളോട് കൽപ്പിക്കുന്നു. इन बातों की आज्ञा में इसलिए तुम्हें देता हूं कि तुम एक दूसरों से प्रेम रखो. യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 34-35 वाक्य. യോഹന്നാൻ के सुसमाचार 13वें अध्याय की 34 और 35वीं आयत को भी हम देखेंगे. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. मैं तुम्हें एक नई आज्ञा देता हूं कि एक दूसरों से प्रेम रखो. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. जैसा मैंने तुमसे प्रेम रखा है वैसा ही तुम भी एक दूसरों से प्रेम रखो. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. यदि आपस में प्रेम रखने से लोग ये जानेंगे कि तू मेरा चेले हो. യേശു പറഞ്ഞില്ല നിങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തനം ചെയ്യുന്നതുകൊണ്ട് എന്റെ ശിഷ്യന്മാരെന്ന് ലോകമറിയും. യേശു मसीह ये नहीं कहा है तुम चिन्ह और चमत्कार करने के द्वारा लोग ये जानेंगे तू मेरा चेला है. യേശു പറഞ്ഞില്ല നിങ്ങൾ നന്നായി പാട്ടുപാടിയാൽ നന്നായി പ്രസംഗിച്ചാൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് ലോകമറിയും. യേശു मसीह ये भी नहीं कहा है तुम अच्छा गीत गाओ, अच्छा प्रचार करो, लोग जानेंगे तुम मेरा स्नेहिച്ചാൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് ലോകമറിയും. तुम आपस में प्रेम रखने के द्वारा लोग ये जानेंगे तू मेरा चेला है. യേശു സ്നേഹത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുത്തു എന്ന് ഈ പറഞ്ഞ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. यीशु मसीह ने प्यार को, प्रेम को कितना प्राथमिकता दिया है इन आयतों से हमको पता चलता है. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. യോഹന്നാൻ के सुसमाचार 15वें अध्याय की 13वीं कलम भी हम देखेंगे. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനും അധികമുള്ള സ്നേഹം से बड़ा प्रेम किसी का नहीं कि कोई अपना मित्र के लिए अपना प्राण. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം പറയുന്നു. യോഹന്നാൻ के सुसमाचार 10वें अध्याय की 11वीं आयत ये बताते हैं, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ. अच्छा चरवाहा मैं हूं, अच्छा चरवाहा भेड़ों के लिए अपना प्राण देता है. യേശു തന്റെ അവസാനത്തുള്ളി രക്തവും ചൊരിഞ്ഞുകൊണ്ട് തന്റെ ജീവനെ മറുവിലയായി കൊടുത്തുകൊണ്ടാണ് നമ്മളെ സ്നേഹിച്ചത്. यीशु मसीह ने दाम चुकाने के लिए अपना आखिरी बूंद लहू बहाकर हमें प्रेम किया. मत्ताई सुविशेषम 24-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. മത്തായി സുസമാചാർ 24वें अध्याय की 12वीं आयत പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. और अधर्म की बढ़ने से बहुतों का प्रेम ठंडा हो जाएगा. അപ്പോൾ ദൈവസഭയിൽ നിന്ന് ഫലത്തെയാണ് തുള്ളൻ നഷ്ടപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ഇവിടെ. രാജാവ് നാം की टिट्टी की आक्रमण के द्वारा परमेश्वर की कलीसिया की प्यार अथवा फल नष्ट हो गया है. ഇതൊരു പ്രവചനമാണ്, സ്നേഹം നഷ്ടപ്പെട്ടു പോകും.
एक भविष्यवाणी है, हमारा प्रेम नष्ट हो जाएंगे. ആത്മാവിന്റെ ഫലമില്ലാത്ത അവസ്ഥയിലേക്ക് ദൈവസഭ മാറ്റപ്പെടും. परमेश्वर की कलीसिया की ये हाल होने वाला है. ആത്മാ की फल नष्ट हो जाए. യോവേൽ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ കാലത്തും നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തും ഉണ്ടാകാത്ത ഒരു ക്ഷാമമാണ് വരാൻ പോകുന്ന തലമുറയിൽ സംഭവിക്കാൻ പോകുന്നത്. യോവേൽ ने ये बताया है, पूर्वजनों के पीढ़ी पर, हमारा पीढ़ी पर ऐसे बातें का प्रवचനം इदा നമ്മുടെ സഭയിൽ ആരംഭിച്ചിരിക്കുകയാണ്. आने वाले कोई पीढ़ी में होने वाला है, वो आज हमारा कलीसिया में शुरू हो रहा है. അടുത്തടുത്തിരുന്ന് ആരാധിക്കുന്ന ഒരു വിശ്വാസിക്ക് മറ്റു വിശ്വാസിയെ സ്നേഹിക്കാൻ കഴിയും. जो प्रेम नहीं कर पा रहा है, अगल बगल में बैठ के आराधना करने वाले लोग. വിശ്വാസിക്ക് പാസ്റ്ററെയും പാസ്റ്റർക്ക് വിശ്വാസിയും സ്നേഹിക്കാൻ കഴിയുന്നില്ല. പാസ്റ്റർ വിശ്വാസിക്കോ വിശ്വാസി പാസ്റ്റർക്കോ പ്രേം നഹി കർ പാ രഹാ. നമ്മിൽ തന്നെ ഒന്ന് ശോധന ചെയ്യാം, ഇപ്പോഴും നമ്മളിൽ ഫലം അവശേഷിക്കുന്നുണ്ടോ? मुझे सुनने वाले प्रियो, हमें अपना अंदर ये जांचना है. मेरा अंदर നന്നായി പാടുന്നവരുണ്ട്, നന്നായി പ്രസംഗിക്കുന്നവരൊക്കെ നമ്മുടെ ഇടയിൽ. अच्छा गीत और प्रचार हमारे बीच में चल रहा है. കോടികൾ വിലമതിക്കുന്ന വലിയ ബിൽഡിങ്ങുകൾ, ആരാധനാലയങ്ങളായിട്ട് നമുക്കുണ്ട്. अच्छा इमारतें है और अच्छा कलीसिया है, उसका कीमत करोड़ों है, वो हमारा है. എന്നാൽ ആദിമ സഭയിൽ ഉണ്ടായിരുന്ന സ്നേഹം ഇന്ന് നമ്മളുടെ ഇടയിൽ ഇല്ല, അത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. जो पहले शताब्दी में कलीसिया में प्यार था, आज वो नष्ट हो जाए. രണ്ടാമത്തെ കൂട്ടരെ പറ്റി പറയാണ്, അതാണ് വെട്ടുക്കിളികൾ. और दूसरा जो टिटियाम है, उसका नाम है आर्बेन नामक टिटियाम. വെട്ടുക്കിളികൾ ആക്രമിക്കുന്നത് ആ വൃക്ഷത്തിന്റെ ഇലകളെയാണ്. आर्बेन नाम की टिटियाम पेड़ की पत्ते को नष्ट करते हैं. എന്നാൽ എന്താണ് ഇലയുടെ പത്തേക്ക ഇലകൾ? സൂര്യപ്രകാശം വലിച്ചെടുത്ത് വൃക്ഷത്തിന് ആവശ്യമായിരിക്കുന്ന അന്നജം പ്രകാശ സംശ്ലേഷണം വഴിയായി ഉൽപ്പാദിപ്പിക്കുന്നു. पत्ते ये काम करती है, सूरज की रोशनी को लेकर के वो प्रकाश संश्लेषण के द्वारा पेड़ के लिए मांड को तैयार. ഇലകൾ സൂര്യപ്രകാശം വലിച്ചെടുത്ത് വൃക്ഷത്തിന് ആവശ്യമായിരിക്കുന്ന അന്നജം ഉൽപ്പാദിപ്പിക്കുന്ന പോലെ തന്നെ ഒരു ഭക്തന് ദൈവമായി ഒരു അഭേദ്യമായ ബന്ധം ആവശ്യമാണ്. जैसे पत्ते सूरज की रोशनी से मांड को तैयार करती है, वैसे एक भक्त परमेश्वर से सामर्थ्य को पाना है. തന്റെ ഭക്തന്മാരോട് സംസാരിപ്പാനും ആവശ്യമുള്ള ആലോചനകൾ കൊടുപ്പാനും കഴിവുള്ള परमेश्वर की सेवा करते हैं. वो अपने दासों की आवाज को सुनते हैं और हमसे वो बात भी कर सकता है. हमारे हर एक इच्छाओं को എത്ര പേർക്ക് കൃത്യമായി ദൈവശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ട്? हमें से कितने लोग परमेश्वर की आवाज को सुनते हैं? നമ്മൾ കേൾക്കുന്ന ഉപദേശിമാരുടെ ശബ്ദം അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ ശബ്ദം. हमें से कई लोग भविष्यद्वक्ताओं की आवाज को सुनते हैं और परमेश्वर की दास लोगों की आवाज को पहचानते हैं. ഭൗതിക നന്മകളെ തരുന്നവൻ മാത്രമല്ല ദൈവം, അവൻ നമുക്ക് ആത്മീക നന്മകളെയും തരും. परमेश्वर ने सिर्फ हमें आर्थिक आशीष नहीं, वो हमें आत्मिक आशीष भी. വെട്ടുക്കിളിയുടെ ആക്രമണത്താൽ അതിന്റെ ഇലകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. आर्बेन नाम की टिड्डी के आक्रमण के द्वारा सारे पत्ताएं खत्म हो जा रहा है. ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളെ കൊണ്ട് ദൈവസഭ നിറഞ്ഞിരിക്കുകയാണ്. परमेश्वर के कलीसिया ऐसे लोगों से आजकल भरे पड़े हैं, वो परमेश्वर से कोई भी संबंध नहीं रखा है. വിശ്വാസികൾ എന്നറിയപ്പെടുന്ന ജനങ്ങൾ ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട് ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് എത്തപ്പെട്ടിരിക്കുന്നത്. सच परमेश्वर के साथ कोई भी संगति नहीं रहने के कारण अंधकार में कलीसिया भटक रही है. നിങ്ങൾ ഒരു നിമിഷം നിങ്ങളിലേക്ക് തന്നെ നോക്കിയാട്ടെ, ഇപ്പോഴും ഇലകൾ അവശേഷിക്കുന്നു. अपने आप में देख लीजिएगा, क्या पत्ता अभी भी बाकी है? ഇനി മൂന്നാമത്തെ കൂട്ടരാണ് വിട്ടിൽ. और तीसरा जो टिट्टी है उसका नाम है एलेक. വിട്ടിലിന്റെ പ്രവർത്തനം അതിൽ അവശേഷിക്കുന്ന കൊമ്പുകളെ തിന്നു തീർക്കുക എന്നുള്ളതാണ്. एलेक नाम की टिट्टी का ये स्वभाव है, वो डालियों को खाकर खत्म कर देते हैं. ശാഖകൾ സൂചിപ്പിക്കുന്നത് ഒരു ഭക്തന്റെ സമൂഹമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചാണ്. डाली ये बताती है एक विश्वासी का सामाजिक. യേശു പറഞ്ഞു, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. യേശു मसीह ने ये बताया, पड़ोसी को अपने समान प्यार करो. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവി, സാമാജിക है. അതുകൊണ്ട് സമൂഹത്തെ സ്നേഹിച്ച് സമൂഹത്തോട് ബന്ധം വെച്ചുകൊണ്ട് അവനോട് സുവിശേഷം അറിയിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. സാമാജിക സംഗതി इसलिए हमें रखना है, हमें दूसरों को भी सुसमाचार सुनाना है. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും, സമൂഹമായിട്ട് ആവശ്യമില്ലാത്ത വാദവിവാദങ്ങളാണ്. लेकिन इस समय हम समाज के साथ वाद विवाद करने में जुड़े हैं. യഥാർത്ഥ യേശുവിന്റെ സ്നേഹം സമൂഹമായി പങ്കുവെക്കുവാൻ നമുക്ക് സാധിക്കാതെ പോവുകയാണ്. सच्चा मसीह का प्यार क्या है, हम समाज को दिखा नहीं पा रहा है. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കൊമ്പുകളും ഇതാ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. सच ये है, हमारा डाली भी खत्म हो चुका है. നാലാമത്തെ കൂട്ടർ പച്ചപ്പുഴു, അത് ആക്രമിക്കുന്നത് വൃക്ഷത്തിന്റെ തായ്തടിയാണ്. हासिल नाम की टिड्डियों ने उस पेड़ की तना को नष्ट कर देते हैं. അതിന്റെ അവശേഷിക്കുന്ന തടിയും അതിന്റെ വേരുകളും നശിപ്പിച്ച് കളയുക, ആ വൃക്ഷത്തെ നാമാവിശേഷമാക്കി കളയുക, അതാണ് പച്ചപ്പുഴു ചെയ്യുന്നത്. हासिल नाम की टिड्डियों ने पेड़ की तना में छेद बनाकर रहकर तना को हमेशा के लिए नष्ट करता है. ഇന്ന്
നാം ഉൾപ്പെട്ടു നിൽക്കുന്ന പല സഭകളും പല സംഘടനകളും ഒന്ന് സൂക്ഷിച്ചു നോക്കിയാട്ടെ, പച്ചപ്പുഴു അതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ആजकल कई कलीसियाएं कई संस्थाएं हासिल नाम की टिड्डियों की आक्रमण में है. എന്നാൽ യോവേലിന്റെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ തലമുറ മറ്റാരുമല്ല, ഈ കാലഘട്ടത്തിലെ ദൈവസഭ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. आने वाले पीढ़ी के बारे में जोवेल नबी ने जो बताया है और कोई नहीं है, अभी का कलीसिया है. യോവേൽ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം നോക്കിയാൽ നമുക്കിവിടെ കാണാൻ കഴിയും. യോവേൽ नबी के किताब 2 अध्याय की 25वीं कलम को देखेगा तो हमें यह दिख जाएगा. ഞാൻ നിങ്ങളുടെ മധ്യ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ मेरे बड़े दल ने जिसको मैंने तुम्हारे बीच भेजा था. വെട്ടുകിളിയും വിട്ടിലും തുള്ളലും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് ഒത്തവണ്ണം ഞാൻ നിങ്ങൾക്ക് പകരം തരും. और जिन वर्षों की उपज गाजाब अरबे येलेक और हासिल नाम की टिड्डियों ने खा ली थी उसको मैं तुम्हें भर दूंगा. ഇതിനെ അയച്ചത് ദൈവമാണ് എന്നവിടെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും അതിന്റെ ആക്രമണത്തിൽ ഞാനും നിങ്ങളും ഇരയാക്കപ്പെട്ടെങ്കിൽ അതിന്റെ കുറ്റം നമ്മളുടെ ഭാഗത്ത്. इस बड़े दल को परमेश्वर ने भेजा था, ये वजन हम उसमें देखते हैं, लेकिन ये गलती परमेश्वर का नहीं है, गलती हमारा. ലേഖനം 1-ാം അധ്യായം അതിന്റെ 12ാമത്തെ വാക്യം പറയുന്നു. याकूब के पत्री पहले अध्याय उसके 12वीं कलम ये बताती है, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം धन्य है वो मनुष्य वो परीक्षा में स्थिर रहता है, वो खरा निकलकर കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. जीवन की वो मुकुट पाएगा जिसकी प्रतिज्ञा परमेश्वर ने अपना प्रेम रखने वालों के लिए कही है. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. जब किसी का परीक्षा हो तो वो ये ना कहे मेरा परीक्षा परमेश्वर की ओर से होती है. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. क्योंकि न परमेश्वर ने बुरी बातों से किसी का परीक्षा करती है या ना परमेश्वर किसी का परीक्षा करता है. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നതും സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. प्रत्येक जन अपना ही अभिलाषाओं में खींचकर फंसकर परीक्षा में आ पड़ती है. നമ്മളിൽ നിന്ന് സ്നേഹം നഷ്ടപ്പെട്ടു പോയെങ്കിൽ നമുക്കൊന്ന് തിരിച്ചറിയാം, കുറവ് എന്റെ ഭാഗത്ത് തന്നെയാണ്. अगर हमसे प्रेम नष्ट हो गया तो गलती हमारा वश में है. ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നുവെങ്കിൽ നമുക്ക് തിരിച്ചറിയാം, തെറ്റ് എന്റെ ഭാഗത്ത് തന്നെയാണ്. अगर परमेश्वर की संगति छूट गया तो नष्ट हमारा है. ഒരു സമൂഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം എന്നെ നിങ്ങൾ കണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ മറന്നുപോയെങ്കിൽ തെറ്റ് നമ്മുടെ ഭാഗത്ത് തന്നെയാണ്. अनेक लोगों के उद्धार के लिए परमेश्वर ने तुम्हें चुन लिया, लेकिन सामाजिक संगति नहीं रखने के कारण यह नहीं हो पाया, गलती हमारा है. അടിസ്ഥാനം വരെ മറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ തിരിച്ചറിയ പ്രിയപ്പെട്ടവരെ, കുഴപ്പം നമ്മുടെ ഭാഗത്ത് തന്നെയാണ്. നമുക്ക് ദൈവത്തിലേക്ക് ഒന്ന് മടങ്ങി വരാം. हमारा नींव भी खराब हो रहा है, हमें समझना है गलती हमारा है, हमें परमेश्वर के पास लौटाना है. അതിനുവേണ്ടി സമർപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളലും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ദൈവം പകരം തരും. एक समर्पण के लिए तुम तैयार है तो अरबे गाजा ये लेक हासिल नाम की टिड्डियों ने खाकर खत्म कर दिया, सारे सार परमेश्वर तुम्हें लौटा दे. उसने നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. നമുക്ക് आइए हम अपने आप को समर्पण करेंगे. हम प्रार्थना करें.